നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന കമ്പനിയുടെ IPO വിശേഷമാണ്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1999 രൂപം കൊണ്ട ഈ കമ്പനി 2015 ആദ്യമായിട്ട് സ്മോൾ ഫിനാൻസ് ബാങ്ക് ലൈസൻസ് നേടുന്ന നോൺ NBFC മൈക്രോ ഫിനാൻസ് എൻറ്റൈറ്റിയാണ്. ഇവർ മാർക്കറ്റിൽ നിന്ന് 523.07 കോടി രൂപയാണ് റേസ് ചെയ്യുന്നത്. അതിൽ 450 കോടി രൂപയ്ക്കുള്ളത് ഫ്രഷ് ഓഹരികളാണ്. അപ്പോൾ ഫെബ്രുവരി 7-ാം തീയതി ഓപ്പൺ ചെയ്ത് 9-ാം തീയതി ക്ലോസ് ചെയ്യുന്ന ഈ ഇഷ്യൂവിൻ്റെ വിശേഷമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അതിലേക്ക് കിടക്കാം. ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്ക് ലിമിറ്റഡ്, ഇതിന് വേരിയസ് ആയിട്ടുള്ള ബാങ്കിങ് പ്രോഡക്ട്സ് കമ്പനിക്കുണ്ട്. അഗ്രികൾച്ചറൽ ലോണുകളും അതുപോലെ തന്നെ MSMEകൾക്കും ട്രേഡേഴ്സിനും ഒക്കെ ഉള്ള ലോണുകൾ, അതായത് വർക്കിംഗ് ക്യാപിറ്റൽ ലോണുകളും അതുപോലെ മെഷീനറി ലോണുകളും എല്ലാം കമ്പനി നൽകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മോർഗേജസും, ഹൗസിംഗ് ലോണുകൾ, ലോൺ അഗൻസ്റ്റ് പ്രോപ്പർട്ടി, ഇതെല്ലാം തന്നെ കമ്പനി കൊടുക്കുന്നുണ്ട്. പഞ്ചാബിലെ ജലന്ധറിലാണ് ഇതിൻ്റെ മെയിൻ ഓഫീസ് ഉള്ളത്. ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്ക് പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് ഇടത്തരക്കാരെയാണ്. അതായത് ഒരു 4 ലക്ഷത്തിനും 50 ലക്ഷത്തിനും ഇടയിൽ വാർഷിക വരുമാനമുള്ള ആളുകളെയാണ് ഇവരുടെ ക്ലയൻസ് ആയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് അത് അറിയാനായിട്ട് അവരുടെ ബ്രാഞ്ചുകളുടെ ഡിസ്ട്രിബ്യൂഷൻ നോക്കിയാൽ മതി. 41.62% ബ്രാഞ്ചുകളും ഗ്രാമീണ മേഖലകളിൽ തന്നെയാണ്. 34.68% ബ്രാഞ്ചുകൾ ഒരു സെമി അർബൻ പ്രദേശങ്ങളിലാണെന്ന് പറയാം. ബാക്കി 23.7% മാത്രമാണ് ഒരു നഗരപ്രദേശങ്ങളിൽ ഉള്ളത് എന്ന് പറയാവുന്നത്. പഞ്ചാബിലെ ജലന്ധറിലാണല്ലോ കമ്പനി രൂപം കൊള്ളുന്നത്. അവിടെ നിന്ന് പിന്നീട് ബാങ്കിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ നോർത്തേൺ സ്റ്റേറ്റുകളിലേക്കാണ്. അതായത് പഞ്ചാബ് കൂടാതെ ഹരിയാന, രാജസ്ഥാൻ, ഡൽഹി, ഹിമാചൽ പ്രദേശ്, അതുപോലെ യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള ചണ്ഡീഗഡ്, അങ്ങനെയൊക്കെയുള്ള സ്ഥലത്താണ് ഇവരുടെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചു വരുന്നത്. ഇതോടൊപ്പം ബാങ്കിങ് അല്ലാത്ത ഇതര പ്രവർത്തനങ്ങൾ വഴി, അതായത് മറ്റ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് വഴി ബാങ്കിന് വരുമാനം ലഭിക്കുന്നുണ്ട്. അതായത് ഫോറക്സ്, മണി ട്രാൻസ്ഫേഴ്സ്, ഔട്ട്വേർഡ് റെമിറ്റൻസ്, സേഫ് ഡെപ്പോസിറ്റ് ലോക്കേഴ്സ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലൈഫ് ഇൻഷുറൻസ് ആൻഡ് ജനറൽ ഇൻഷുറൻസ്, അതുപോലെ തന്നെ 3-in-1 ഡിമാറ്റ് ട്രേഡിംഗ് അക്കൗണ്ട്സ്, മറ്റ് ആൻസിലറി സർവീസസ്, ഇതെല്ലാം വഴി 2021 കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 45.83 കോടി രൂപ ബാങ്കിന് വരുമാനം ഉണ്ടായി. അത് 2023 ആയപ്പോഴത്തേക്ക് 49.48 കോടി രൂപയായിട്ട് വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രധാന പ്രൊമോട്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. സർവജിത് സിംഗ് സംറ, അദ്ദേഹത്തിൻ്റെയാണ് ഈ ചിത്രം ഇവിടെ കൊടുത്തിരിക്കുന്നത്, CEO ആണ്. അമർജിത് സിംഗ് സംറ, നവനീത് കൗർ സംറ, സുരീന്ദർ കൗർ സംറ, ഇവരെല്ലാമാണ് പ്രധാന പ്രൊമോട്ടേഴ്സ്. അതുകൂടാതെ ദിനേശ് ഗുപ്ത. ഇവർ 450 കോടി രൂപയുടെ ഫ്രഷ് ഓഹരികൾ സമാഹരിക്കുമ്പോൾ കമ്പനിയിലെ ഇപ്പോഴത്തെ ചില നിക്ഷേപകർ, അതായത് പ്രധാനമായിട്ടും ഒമാൻ ഇന്ത്യ ജോയിൻ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്, PI വെഞ്ചേഴ്സ്, പിന്നെ അമിക്കസ് ക്യാപിറ്റൽ, ഈ 3 എൻറ്റൈറ്റികൾ ഏകദേശം 1.56 മില്യൺ ഓഹരികൾ വിറ്റഴിക്കുന്നുണ്ട്. അങ്ങനെയാണ് 73.07 കോടി രൂപയ്ക്കുള്ള ഓഫർ ഫോർ സെയിൽ ഉണ്ടാകുന്നത്. ഈ പ്രൊമോട്ടേഴ്സിൻ്റെ കൈവശം ഇഷ്യൂവിന് തൊട്ട് മുമ്പും 24.01% ഓഹരികൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനി നമുക്ക് ഫിനാൻഷ്യൽ കണക്കുകളിലേക്ക് കണ്ണോടിക്കുകയാണെങ്കിൽ 2021 റവന്യൂ 557.27 കോടി രൂപയാണ്. അത് 2022 632.4, 2023 725.48. തൊട്ടടുത്ത കോളത്തിൽ കാണുന്നത് ഹാഫ് ഇയർലി ആണ്, 2023-24 വർഷത്തെ. ഇനി 2023-ഉം 24-ഉം തമ്മിൽ നോക്കുകയാണെങ്കിൽ റവന്യൂവിൽ ഏകദേശം 14.72% വർധനവാണ് കമ്പനി കാണിക്കുന്നത്. അതുപോലെ നെറ്റ് ഇൻകം നോക്കുകയാണെങ്കിൽ 2021 40.78 കോടി രൂപയാണ് നെറ്റ് ഇൻകം അല്ലെങ്കിൽ അറ്റാദായമായിട്ട് വന്നിരിക്കുന്നത്. 2022 62.57 കോടി രൂപയുടെ ലാഭം ഉണ്ടായപ്പോൾ 2023 93.6 കോടി രൂപയുടെ ലാഭമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ 2022
22-23 നോക്കുകയാണെങ്കിൽ ഏകദേശം 49.59% വർധനവാണ് അറ്റാദായത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഹാഫ് ഇയർലി കണക്ക് നോക്കുകയാണെങ്കിൽ 2024 ഇതുവരെ 54.39 കോടി രൂപയുടെ അറ്റാദായവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കമ്പനിയുടെ കണക്കുകൾ വളരെ മികച്ചതാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് കമ്പനിയുടെ കീ ഇൻഫർമേഷൻസിലേക്ക് നോക്കുകയാണെങ്കിൽ EPS 27.35, PE ഇഷ്യൂവിന് മുമ്പ് 26.48, ഇഷ്യൂവിന് ശേഷം 24.19 ആയിരിക്കും. റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 15.33%, NAV 178.27 എന്നിങ്ങനെയാണ് കാണിക്കുന്നത്. ഇതിൻ്റെ പിയർ കമ്പനികൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാവുന്നത് IDFC ഫസ്റ്റ് ബാങ്ക്, AU സ്മോൾ ഫിനാൻസ് ബാങ്ക്, ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്ക്, ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക്, സൂര്യോദയ സ്മോൾ ഫിനാൻസ് ബാങ്ക്, ഈസാഫ്. ഇത്രയും കമ്പനികളാണ് ഇവരുടെ പിയർ കമ്പനികളായിട്ട് ലിസ്റ്റഡ് കമ്പനികളായിട്ട് കാണുന്നത്. അവരുടെ ബേസിക് EPS ആണ് ഈ സൈഡിൽ കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ലീഡ് മാനേജേഴ്സ് നോക്കുകയാണെങ്കിൽ നുവാമ വെൽത്ത് മാനേജ്മെൻറ്റ്, ഡാം ക്യാപിറ്റൽ, ഇക്വറസ് ക്യാപിറ്റൽ, ഇത്രയും കമ്പനികളാണ് ഇതിൻ്റെ ലീഡ് മാനേജേഴ്സ്. രജിസ്ട്രാർ ലിങ്ക് ഇൻ ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡുമാണ്. ഇനി നമുക്ക് ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ IPO വിശേഷങ്ങൾ ഒറ്റ നോട്ടത്തിൽ ഒന്ന് പരിശോധിക്കാം. ഫെബ്രുവരി മാസം 7 മുതൽ 9 വരെയാണ് ഈ ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. 445 രൂപ മുതൽ 468 രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത്. കുറച്ച് അഗ്രസീവ്ലി പ്രൈസ്ഡ് ആണ് ഈ ഓഹരി എന്ന് നമുക്ക് പറയാം. ഫ്രഷ് ഓഹരികളുടെ വിൽപ്പന വഴി 450 കോടി രൂപയാണ് കമ്പനി സ്വരൂപിക്കുന്നത്. ഓഫർ ഫോർ സെയിലായിട്ട് 73.07 കോടി രൂപ സമാഹരിക്കുന്നു. അതായത് ഏകദേശം 15 ലക്ഷത്തോളം ഓഹരികൾ അവർ വിറ്റഴിക്കുന്നുണ്ട്. ഇനി ടോട്ടൽ അപ്പോൾ IPOയുടെ സൈസ് വരുന്നത് 523.07 കോടി രൂപയ്ക്കുള്ളതാണ്. ഇതിൽ റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യാവുന്ന ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ 32 ഓഹരികളാണ്. അങ്ങനെ 13 ലോട്ട് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. HNIs ആണെങ്കിൽ 67 ലോട്ട് വരെ അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 10 രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. 35% ഓഹരികൾ റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നുണ്ട്, 15% HNIസിനും 50% ഇൻസ്റ്റിറ്റ്യൂഷൻസിനുമാണ് കൊടുക്കുന്നത്. അലോട്ട്മെൻറ്റ് വരുന്നത് ഫെബ്രുവരി 12 ആയിരിക്കും. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്ന ഒരു ഓഹരിയാണിത്. ലിസ്റ്റിംഗ് വരുന്നത് മിക്കവാറും ഫെബ്രുവരി 14 ആയിരിക്കും. ഇനി കമ്പനിയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് പറയാവുന്നത് ഇത് അഗ്രസീവ്ലി പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് എന്ന് നമ്മൾ അറിയണം. പിന്നെ ഡിവിഡൻഡ് പോളിസി, തരക്കേടില്ലാത്തൊരു ഡിവിഡൻഡ് പോളിസി കമ്പനിക്കുണ്ട്. അത് 2021 8%, പിന്നെ 2022 10%, 2023 12% ഡിവിഡൻഡ് കൊടുത്ത ഒരു കമ്പനിയാണിത്. ഇവരുടെ ഫിനാൻഷ്യൽ സൈഡ് മികച്ചതാണ്, വലിയ കുഴപ്പമില്ലാത്തൊരു ഫിനാൻഷ്യൽ സൈഡ് തന്നെയാണ് നമ്മൾ കണ്ടത്. അവർ ആ ഇഷ്യൂ വഴി സ്വരൂപിക്കുന്ന 450 കോടി രൂപ പ്രധാനമായിട്ടും ലെൻഡിങ്ങിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്, ബാങ്കിങ് പ്രവർത്തനത്തിന് വേണ്ടി തന്നെയാണ്. കൂടാതെ Tier 1 ക്യാപിറ്റൽ ബേസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടും, കൂടാതെ അവരുടെ ബ്രാഞ്ചുകളുടെ നെറ്റ്വർക്ക് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ഫണ്ട് ഉപയോഗിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭാവിയിൽ നല്ല വളർച്ച പ്രതീക്ഷിക്കാവുന്ന ഒരു ബാങ്കാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് പൈസ ഇതിൽ പാർക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സ് വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് കുഴപ്പമില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കണ്ടതും കേട്ടതും ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ IPO വിശേഷമാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോയെ എല്ലാ രീതിയിലും പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ കമൻറ്റുകൾ വളരെ വിലപ്പെട്ടതാണ്. കമൻ്റ് ഇടാനായിട്ടും ആരും പിശുക്ക് കാണിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് മറ്റൊരു IPO വിശേഷമായിട്ട് വീണ്ടും ഉടൻ തന്നെ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് അതുവരേക്കും ബൈ.